ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ളൊരു പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉഴുന്ന് പരിപ്പെടുത്തിട്ടുണ്ട്. അത് കടുവറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോശ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ചു. പിന്നെ ഉഴുന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഉഴുന്ന് നല്ലപോലെ തട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കതൊരു ശീലമാണ് കേട്ടോ. ഉഴുന്ന് കറക്റ്റായിട്ട് മൊത്തവും പ്ലേറ്റിലുള്ളത് ഫുൾ ഇടണം എന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ടാണ് അതിൽ തട്ടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇവരെല്ലാം കൂടെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് ഏറ്റവും എളുപ്പം തയ്യാറാക്കാം. ഇച്ചിരി ധൃതി കൂടുതലാണ്. രാവിലെ കുട്ടികളെയൊക്കെ വിടാനുള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ ധൃതി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഇവിടെ ഇത്തിരി ധൃതിയാണ്. അപ്പം ഇതൊക്കെ ഇട്ട് കടുക് വറുത്തെല്ലാം ഒന്ന് താളിച്ച് കഴിയുമ്പം നമ്മൾ ഈ പച്ചക്കറിക്കുട്ടന്മാരെ നമ്മുടെ കറിവേപ്പില പിന്നെ അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമ്മുടെ പ്രോട്ടീനുള്ള ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ആളാണ് നമ്മുടെ കറിവേപ്പില. ആരും നിസ്സാരക്കാരനായിട്ട് കാണരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്ന അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി ധൃതി കൂടുതലാണ്. അതുകൊണ്ട് അമ്മ സാധനങ്ങളൊക്കെ ഒറ്റയടിക്കങ്ങ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വഴട്ടും. സാധാരണ നമ്മൾ ഇഞ്ചി കൂടി എടുക്കും കേട്ടോ. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇച്ചിരി ഇഞ്ചി കൊത്തിയരിഞ്ഞെടുക്കണം. അതേപോടൊപ്പം പച്ചമുളകും എടുക്കണം. ആദ്യം കടുക് വറുത്തിട്ട് ഉഴുന്നൊക്കെ ഇട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കണം. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ് എടുക്കേണ്ടുന്നത്. പിന്നെ കറിവേപ്പില ആയാലും ഒന്ന് നുറുക്കിയിടുവാണെന്നെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ ഈ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്തിട്ട് ഇവനെ നന്നായിട്ട് നമ്മളങ്ങ് വഴട്ടണം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴട്ടി കൊടുക്കണം. കാരണം നമുക്കറിയാമല്ലോ, ഈ ബീട്രൂട്ടിനും ക്യാരറ്റിനും ഒക്കെ പൊതുവേ ഒരു പച്ചക്കുത്തലുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മാറി കിട്ടണം. ഇത് കണ്ടോ, ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ കേമത്തരം കണ്ടോ, ക്യാരറ്റിൻ്റെ കളറൂടെ അങ്ങ് മാറ്റിയെടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പം മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ഈ നമ്മുടെ ബീട്രൂട്ട് കയറി ക്യാരറ്റിനെ അങ്ങ് മാറ്റി. അപ്പോൾ ഇവനെ വഴറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മുടെ മിക്സ് ചെയ്ത് നമ്മുടെ ദോശമാവിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ദോശമാവിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ നമ്മളിത് വഴട്ടുമ്പം ഈ പച്ചക്കറിക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും. അത് നിങ്ങളുടെ ഉപ്പിൻ്റെ എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നമ്മളിതൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ദോശയൊക്കെ പിന്നെ ദോശ ഇങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ദോശ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ കരുതി അത് നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. പണിയാരമൊക്കെ വെക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ണിയപ്പക്കാരയിലൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നമ്മളിവിടെ ഒന്നും ദോശയായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ദോശക്കല്ലൊക്കെ വെച്ച് ഇത് നോൺ സ്റ്റിക്കിൻ്റെ കല്ലാന്ന് പറഞ്ഞാലും ഇത്തിരി എണ്ണ തളിച്ച് അതൊന്ന് ചുറ്റിച്ചു കൊടുത്തെങ്കിലേ എനിക്കൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ എന്നും ചെയ്യും. അത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ എന്നും അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു ശീലമാണ്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ചെയ്തിരിക്കുന്ന ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് പരത്തുക. അപ്പോൾ രാവിലെ ഇതിനൊക്കെ സമയം കാണുമെന്ന് ചോദിക്കുന്നവരോട് നമ്മൾ തലേദിവസം ഇത്തിരി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ടേസ്റ്റ് കുറവും വരത്തില്ല, നല്ലപോലെ വേവുകയും ചെയ്യും. നല്ല രുചിയാണ് കേട്ടോ, അസാധ്യ രുചിയാണ്. നമ്മൾ പണ്ട് ഈ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇഡ്ഡലിയിലൊക്കെ അരിഞ്ഞിട്ട് അമ്മമാർ ഇഡ്ഡലി ഉണ്ടാക്കത്തില്ലേ, ഇതിന് മുകളിൽ ഇച്ചിരി എണ്ണ തൂക്കി കൊടുത്തിട്ട് തിരിച്ചിട്ടാലും മതി. ഇപ്പം ദാണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്